യജമാനനേൽപ്പിച്ച വേലയുമായി പോകാം സുവിശേഷ പോർക്കളത്തിൽ. യജമാനനേൽപ്പിച്ച വേലയുമായി പോകാം സുവിശേഷ പോർക്കളത്തിൽ. കരുതുവാനും നിന്നെ കാക്കുവാനും കൂടെ വരും നിൻ യജമാനനായി. കരുതുവാനും നിന്നെ
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. ജഡപ്രകാരം അബ്രഹാം പ്രാപിച്ചത് നഷ്ടങ്ങളായിരുന്നു. മാനുഷികമായി പറഞ്ഞാൽ അബ്രഹാം നേടിയത് നഷ്ടങ്ങളായിരുന്നു. അബ്രഹാം ജഡത്തിൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചപ്പോൾ കിട്ടിയത് നഷ്ടങ്ങളായിരുന്നു. എന്നാൽ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. നഷ്ടങ്ങൾ അനവധി സംഭവിച്ചെങ്കിലും ദൈവം അബ്രഹാമിനെ യഥാസ്ഥാനപ്പെടുത്തി സമാധാനത്തിലൂടെ നയിച്ചു, അനുഗ്രഹപാത്രമാക്കി തീർത്തു. സകല വംശങ്ങളും നീ മൂലം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റി കൊടുത്തു. ഒരു സംഭവം ഞാൻ വായിച്ചു. നിങ്ങൾ പക്ഷേ കേട്ടുകയാണ് FB മേയർ എന്ന് പറയുന്ന വിശ്രുതനായ ഒരു സുവിശേഷകനെക്കുറിച്ച്. FB മേയറുടെ പുസ്തകങ്ങൾ ഇന്ന് ക്രൈസ്തവ സാഹിത്യത്തിലെ അമൂല്യ നിധികളാണ്. FB മേയർ അദ്ദേഹം തീരെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് തന്നെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ദൈവദാസനാണ്. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ജീവനുള്ള ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാനിടയായി. ഏതാണ്ട് 12 വയസ്സ് പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. FB മേയർ സ്കൂളിൽ പഠിക്കുകയാണ്. 12 വയസ്സ് പ്രായം. ഒരു ദിവസം സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് പോരാൻ നേരത്ത് ഒരു 3-4 മുഷ്കരന്മാരായ കൂട്ടുകാർ, അവരും ഈ 10-12 വയസ്സൊക്കെ ഉള്ളൂ, മുഷ്കരന്മാരായ കൂട്ടുകാർ, അവർ ഇവനെ തടഞ്ഞു നിർത്തി. പറഞ്ഞു, ഞങ്ങൾ വേറെ മുതിർന്ന ക്ലാസ്സിലെ ചില പ്രായമുള്ള കുട്ടികൾ നിർദ്ദേശിച്ചനുസരിച്ച് അതിനോട് പറയുന്നത്, നീ നാളെ വരുമ്പോൾ കുറച്ച് ഫോറിൻ സ്റ്റാമ്പ്സ് കൊണ്ടുവരണം, ഫോറിൻ സ്റ്റാമ്പുകൾ. ഇല്ലെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കുകയുള്ളൂ, മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ നിന്നെ ഉപദ്രവിക്കും. ഞാൻ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? എൻ്റെ കയ്യിലില്ലല്ലോ. അതൊന്നും ഞങ്ങൾക്കറിയണ്ട, നീ കൊണ്ടുവന്നേ പറ്റൂ. നാളെ നീ വലിയ പ്രാർത്ഥനക്കാരനല്ലേ, നീ വലിയ ദൈവവിശ്വാസിയല്ലേ, നീ ഭക്തനല്ലേ, നിനക്ക് സാധിക്കും, നീ പ്രാർത്ഥിക്കുക. അവർ പരിഹസിച്ചു, നീ പ്രാർത്ഥിക്കുക, ഏതായാലും കൊണ്ടുവരണം, അക്കാര്യം ഉറപ്പാണ്. കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ മർദ്ദിക്കും, നിന്നെ അവശനാക്കും. ഞങ്ങളല്ല, ഞങ്ങൾ കൂടെ നിൽക്കുമെന്നേ ഉള്ളൂ, പക്ഷേ മുതിർന്ന ക്ലാസ്സിലെ പ്രായമുള്ള കുട്ടികൾ നിന്നെ കഠിനമായി ഉപദ്രവിക്കും. പാവം കൊച്ചു പേടിച്ചു പോയി. 12 വയസ്സുള്ള കുട്ടിയല്ലേ. അവൻ ഒരു വിധത്തിൽ മനസ്സ് പതറിയാണ് പോകുന്നത്, പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് പോന്നു. വീട്ടിലെത്തി അമ്മ ഏതാണ്ടൊക്കെ കൊടുത്തതൊന്നും കാര്യമായിട്ട് കഴിച്ചൊന്നുമില്ല. മനസ്സിങ്ങനെ വിഷമിക്കുക. എവിടെ സ്റ്റാമ്പ്, വിദേശ സ്റ്റാമ്പ് അവൻ്റെ അടുക്കലില്ല, അവൻ്റെ കയ്യിലില്ല, വീട്ടിലില്ല. എവിടെ നിന്ന് മേടിക്കാനാണ്? അവൻ്റെ അപ്പൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. എനിക്ക് വിദേശ സ്റ്റാമ്പ് വേണമെന്ന് പറഞ്ഞാൽ അപ്പൻ എവിടെ നിന്ന് വിദേശ സ്റ്റാമ്പ് കൊടുക്കാനാ? അപ്പനും കിട്ടാൻ സാധ്യതയില്ല. അവൻ വിഷമിച്ചു. നീ എന്നാ ചെയ്യുക? ഏതായാലും ഞാനൊരു ദൈവത്തെയല്ലേ വിളിക്കുന്നത്, പ്രാർത്ഥിക്കാം. FB മേയർ പ്രാർത്ഥിച്ചു. രാത്രി അല്പം ഭക്ഷണം കഴിച്ചു, കിടന്നു, ഉറക്കം വരുന്നില്ല. അവൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥന തുടങ്ങി. കർത്താവേ, എനിക്ക് ഫോറിൻ സ്റ്റാമ്പ് തരണം, എനിക്ക് വിദേശ സ്റ്റാമ്പ് തരണം, നീ എനിക്ക് അയച്ചു തരണം. നീ വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവേ, നീ എനിക്ക് സഹായിക്കണം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു. ഞാനും നിന്നെ വിശ്വസിക്കുന്നു, എനിക്ക് തരണം, എനിക്ക് ഫോറിൻ സ്റ്റാമ്പ് തരണം. അവൻ്റെ വിചാരം പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ അവൻ്റെ ബെഡിൽ ഫോറിൻ സ്റ്റാമ്പ് ഉണ്ടായിരിക്കുമെന്നാണ്. ബെഡിൽ ഫോറിൻ സ്റ്റാമ്പ് കാണും, അല്ലെങ്കിൽ അവൻ്റെ മേശപ്പുറത്ത് ഫോറിൻ സ്റ്റാമ്പ്സ് കാണും. ദൈവം കൊണ്ട് വയ്ക്കും. കാരണം ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയായതിനെ ഉളവാക്കുന്നതിനാണ് ദൈവം എന്നൊക്കെ അവൻ കേട്ടിട്ടുണ്ട്, അവൻ വായിച്ചിട്ടുണ്ട്. റോമർ ലേഖനം 4-ാം അധ്യായത്തിൽ അത് അങ്ങനെ ഒരു വാക്യമുണ്ട്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയായതിനെ ഉളവാക്കുന്നതിനായ ദൈവം. ഈ FB മേയർ വിശ്വസിച്ചു, ദൈവം എനിക്ക് തരും. നേരം വെളുത്തു, വേഗം നോക്കിയത് കിടക്കയില്ല. അയ്യോ, എവിടെയെങ്കിലും ഇല്ല. എഴുന്നേറ്റ് ഓടി അവിടെ ചെന്ന് മേശപ്പുറത്ത് നോക്കി. മേശപ്പുറത്തും സ്റ്റാമ്പൊന്നും കാണുന്നില്ല. നീ എന്നാ ചെയ്യുക?
അവൻ്റെ മുഖം കൂടുതൽ വാടി, മനസ്സ് തളർന്നു. അവന് സ്കൂളിൽ പോകേണ്ട നേരമായി. എന്നാ ചെയ്യുക? ചെന്നാൽ തല്ലുകൊള്ളും, കൂടി എന്നെ മർദ്ദിക്കും, അവശനാക്കും. സ്കൂളിൽ പോവാതിരുന്നാലോ? അല്ല, പോവാതിരുന്നാൽ എത്ര നാളെ പോവാതിരിക്കുക? എനിക്കല്ലേ നഷ്ടം? ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്കല്ലേ നഷ്ടം? അവൻ വിഷമിച്ചു. അവൻ നോക്കുമ്പോൾ അപ്പൻ ഓഫീസിൽ പോകാൻ കോട്ടൊക്കെ ഇട്ടിടുക. അപ്പൻ്റെ അടുക്കൽ ചെന്നു. ഇവൻ പറഞ്ഞു, അപ്പാ എനിക്കൊരു കുറച്ച് ഫോറിൻ സ്റ്റാമ്പ് വേണമായിരുന്നു. എൻ്റെ മോൻ, നിനക്കറിയാൻ പാടില്ല എനിക്ക് ഫോറിൻ സ്റ്റാമ്പൊന്നും ഇല്ലെന്ന്. ഫോറിൻ സ്റ്റാമ്പ് എവിടെ നിന്ന് കിട്ടാൻ? മോനെ, നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, നിനക്ക് ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഹോബി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറേ ഫോറിൻ സ്റ്റാമ്പ്സൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഞാനങ്ങനെ ചിന്തിച്ച് വെച്ചില്ലല്ലോ. എനിക്ക് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണം. അതൊക്കെ പെട്ടെന്ന് അപ്പം മോനെ, അല്ല നിൽക്ക്. അപ്പൻ കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. മോനെ നിൽക്ക്. ഇന്നലെ ഓഫീസിലൊരാൾ, ഒരു ഗസ്റ്റ് വന്നിരുന്നു. അദ്ദേഹം എനിക്ക് കുറച്ച് ഫോറിൻ സ്റ്റാമ്പ് തന്നിരുന്നു. ഞാനത് ഈ കോട്ടിലിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ട് മോനെ, ഉണ്ട്. ഇതുണ്ട്, ഒരു 8-10 ഫോറിൻ സ്റ്റാമ്പ്. പ്രിയപ്പെട്ടവരെ, ഈ മോൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അത് വാങ്ങിച്ചു, അത് കൊണ്ടുപോയി കൊടുത്തു. എന്താണ്? അവന് വേണ്ടി കരുതുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. FB മേയർ പിൽക്കാലത്ത് എഴുതി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. ഞാൻ ചോദിച്ചതൊക്കെയും എനിക്ക് തന്നു. ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? FB മേയർ പറഞ്ഞതാണ്. എത്ര അത്യുന്നതമായ ശ്രേഷ്ഠതയുള്ള പുസ്തകങ്ങളാണ് FB മേയർ എഴുതിയത്. എന്ത് മനോഹരമായ ഗ്രന്ഥങ്ങളാണ് എഴുതിയത്. പ്രിയപ്പെട്ടവർ, FB മേയറുടെ മിക്കവാറും ഇന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ എല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചു വച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്. നാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നൊരു വാക്യമല്ലേ, എൻ്റെ അധരങ്ങളുടെ യാചന അവൻ നിഷേധിച്ചതുമില്ല. അധരങ്ങൾ യാചിച്ചാൽ നിഷേധിക്കാത്തൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. നാം കരയുമ്പോൾ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. നാം മനം പതറി ഉലഞ്ഞ് വലഞ്ഞ് വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉൾത്തേങ്ങലുകൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവലാധികൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നാം കരഞ്ഞു വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് സഹായഹസ്തം നീട്ടുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന് പ്രാർത്ഥിക്കാമായിരുന്നു. ദേശത്ത് ക്ഷാമം വന്നല്ലോ കർത്താവേ, ആഹാരത്തിന് മുട്ടുവരുന്നല്ലോ, എന്തു വേണ്ടുവെന്ന് പറയാമായിരുന്നു. കർത്താവേ, ഞാൻ എന്തു വേണ്ടു? നീ പറഞ്ഞ് ഞാൻ പുറപ്പെട്ടവനാണ്, നിൻ്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടവനാണ്, നിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവനാണ്, നിൻ്റെ സ്വരം കാതുകളിൽ മുഴങ്ങി പുറപ്പെട്ട് കേട്ടവനാണ്. അങ്ങനെയാണ് ഞാൻ പുറപ്പെട്ടത്. എൻ്റെ ദൈവമേ, നീ എന്നോടൊന്ന് മനസ്സലിയണം. എനിക്കിപ്പോൾ എന്താണ് പോംവഴി? ദേശത്ത് ക്ഷാമം വന്നിരിക്കുന്നു, ഭക്ഷണത്തിന് മുട്ടുവന്ന് തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കരുതുന്ന ദൈവത്തോട് അബ്രഹാമിന് ചോദിക്കാമായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, കരുതുന്ന ദൈവത്തോട് നിങ്ങൾ ചോദിച്ചു കൊള്ളണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഉള്ളിൽ പകർന്നു കൊള്ളണം. നിങ്ങൾ ദൈവസന്നിധിയിൽ യാചിച്ചു കൊള്ളണം. തിരുവചനം വായിക്കുമ്പോൾ കാണാം, ഹന്ന അവളുടെ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു. ഹന്ന പറയുന്നുണ്ട്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. അബ്രഹാമിന് ഹൃദയം പകരാമായിരുന്നു. അബ്രഹാമിന് ഉള്ളിലെ വേദനകളെല്ലാം ദൈവത്തോട് തുറന്ന് പറയാമായിരുന്നു. നാളെയെക്കുറിച്ചുള്ളതായ ആവലാദികൾ പറയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആവലാദികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യഭാരങ്ങളുണ്ട്. നമുക്ക് ആകുലങ്ങളുണ്ട്. നമുക്ക് വിഷമസന്ധികളുണ്ട്. നമുക്ക് പ്രയാസ വിഷയങ്ങളുണ്ട്. നമ്മെ അലട്ടുന്നതായി അനേകം അലോസരങ്ങളുണ്ട്. എല്ലാം നമുക്ക് ദൈവത്തോട് തുറന്നു പറയാം. നാം പറയുന്നതൊക്കെയും കേൾക്കാൻ, കാതോർത്ത് കേൾക്കാൻ പോരാ, കേട്ടിട്ട് പരിഹാരം തരാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. വിശ്വസിക്കൂ. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം.
യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനക്കാരൻ എന്ത് ധൈര്യത്തോടെയാണ് പറയുന്നത്? വെയിറ്റ് ഫോർ ദ ലോർഡ്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചെങ്കിൽ അയ്യോ കഷ്ടം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്, ഈ ഭൂമിയിൽ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നാളേക്കായി വിചാരപ്പെടേണ്ട. കർത്താവ് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇത് പറഞ്ഞു. കർത്താവിൻ്റെ മലപ്രസംഗത്തിൽ, ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന മലപ്രസംഗത്തിൽ കർത്താവ് അത് പറയുകയുണ്ടായി. നമുക്കറിയാം, നാളേക്കായി വിചാരപ്പെടേണ്ട. നാം വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ് കർത്താവിൻ്റെ മലപ്രസംഗം. അത് എങ്ങനെയാണ് നാം വായിക്കുന്നത്? 6-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവനായി വിചാരപ്പെടരുത്, ശരീരത്തിനായി വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ദൈവത്തിന് സ്തോത്രം. തുടർന്ന് കർത്താവ് പറയുകയാണ്, 30-ാം വാക്യം, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. 31-ാം വാക്യം, ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് ഇങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുമ്പോൾ അത് കിട്ടും. അതോടുകൂടെ നിങ്ങൾക്ക് തിന്നുവാനും കുടിക്കുവാനും ഉടുക്കുവാനും ഉള്ളതെല്ലാം കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറഞ്ഞു, അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, എന്താണ് പറയുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. ഭാരം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പറയുകയാണ്, നീ ചുമട് ചുമന്ന് വലയേണ്ട, നിന്റെ ചുമടെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചുകൊള്ളൂ, നിന്റെ ബേഡൻസ് എല്ലാം അങ്ങോട്ട് കൊടുത്തുകൊള്ളൂ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. മകനെ, നിന്റെ ആയുസ് അവനെ ഏൽപ്പിക്കൂ. മകളെ, നിന്റെ ശരീരത്തിലെ രോഗത്തിൻ്റെ കാര്യം അവനെ ഏൽപ്പിക്കൂ. മകനെ, നിന്റെ മക്കളുടെ കാര്യം നീ അവനെ ഏൽപ്പിക്കൂ. ദൈവവൈദ്യരെ, നിന്റെ പൈസയുടെ ഞെരുക്കവും നിന്റെ കടത്തിൻ്റെ ഭാരവും നിന്റെ ആകുലതകളും അവനെ ഏൽപ്പിക്കൂ. നിന്റെ ചികിത്സകളും നിന്റെ ആകുല വിഷയങ്ങൾ ഓരോന്നായി അവനെ ഏൽപ്പിക്കൂ. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, 5-ാം അധ്യായത്തിൽ പറഞ്ഞു, 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്തേക്കാനാണ് പറയുന്നത്. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം. നിങ്ങളുടെ ആകുലങ്ങളൊക്കെയും അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്തേക്കൂ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എങ്ങനെയാണ്? സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. സ്നേഹിതരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമല്ലേ നിങ്ങൾ കേൾക്കുന്നത്?
ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏൽപ്പിക്കാം, നിങ്ങളുടെ ആകുലങ്ങൾ ഏൽപ്പിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവലാതികൾ ഏൽപ്പിക്കാം, നിങ്ങളുടെ രോഗകാര്യങ്ങൾ ഏൽപ്പിക്കാം, നിങ്ങളുടെ ഞെരുക്കങ്ങൾ ഏൽപ്പിക്കാം, നിങ്ങളുടെ മനസ്സിനെ മഥിക്കുന്ന പ്രശ്നങ്ങൾ ഏൽപ്പിക്കാം, നിങ്ങളെ വീർമുട്ടിക്കുന്നതായ പ്രതിസന്ധികൾ ഏൽപ്പിക്കാം. എല്ലാം അവൻ്റെ മേലിട്ടുകൊള്ളാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അധ്യായം അവസാനിക്കാറാകുമ്പോൾ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്ന സർവവല്ലഭനായി, സർവശക്തനായി, സർവജ്ഞാനിയായി, സർവവ്യാപിയായി ഇന്നും ജീവിക്കുന്ന ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ് പ്രിയരെ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ തിരുശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ സ്വരമാണ് നിങ്ങളുടെ ഹൃദയഭിത്തിയിൽ അലിയടിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളെ തഴുകി തഴുകി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹമാണ് നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളോട് കെഞ്ചുന്നത്. മകനെ, നീ എന്തിനു മുഖം വാടിയിരിക്കണം? നീ എന്തിനു മുഖം വിളറിയിരിക്കണം? നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്തിന്? നിന്റെ മുഖം വിളറിയിരിക്കുന്ന എന്തിന്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ വളരെ സുപ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ? പുരുഷന്മാരാരെങ്കിലും പ്രസവിച്ച് കേട്ടിട്ടുണ്ടോ? ദൈവം ഞാൻ ചോദിക്കുകയാണ്. 30-ാം അധ്യായം 6-ാം വാക്യം, പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? എൻ്റെ ജനം സന്തോഷിക്കേണ്ടയോ? നിങ്ങൾ എന്തിനാ മുഖം വാടിയിരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് മുഖം വിളറിയിരിക്കുന്നു? ഏത് മുഖം വിളറിയിരിക്കുന്ന എന്തിന്? ഇന്ന് ഈ സമയത്ത് ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനേകരുടെ മുഖം വാടിയിരിക്കുകയാണ്, അനേകർ തല താഴ്ത്തിയിരിക്കുകയാണ്, അനേകരെ മുഖം വാടി കുനിഞ്ഞിരിക്കുകയാണ്. ചില അപകർഷതാ ബോധങ്ങൾ നിങ്ങളെ ഇന്ന് പിടികൂടിയിരിക്കുകയാണ്. അപകർഷതാ ബോധങ്ങൾ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അപകർഷതാ വിചാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചേക്കേറിയിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ഇന്ന് പലതിലും കുറവുള്ളവരായി നിങ്ങൾക്ക് തന്നെ തോന്നി നിരാശയോടിരിക്കുകയാണ്. പണ്ട് സങ്കീർത്തനക്കാരൻ പാടി 42-ാം സങ്കീർത്തനത്തിൽ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇനിയും നിങ്ങൾക്ക് സ്തുതിക്കാം, ഇനിയും നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാം. എൻ്റെ ആത്മാവേ തന്നെ താൻ പറയുകയാണ്, എൻ്റെ ഹൃദയമേ, എൻ്റെ മനസ്സേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? നീ എന്തിന് കരയുന്നു? നീ എന്തിന് ഞരങ്ങുന്നു? നീ എന്തിന് വിഷാദിച്ചിരിക്കുന്നു? നീ എന്തിന് മുഖം വാടിയിരിക്കുന്നു? നിന്റെ മുഖം എന്തിന് വിളറിയിരിക്കുന്നു? നിന്റെ ഹൃദയം എന്തിന് വാടിയിരിക്കുന്നു? നീ എന്താണ് തലതാഴ്ത്തിയിരിക്കുന്നത്? നീ എന്താണ് മനസ്സ് നൊന്തിരിക്കുന്നത്? നീ എന്താണ് മുഖം പ്രകാശിക്കാതിരിക്കുന്നത്? നിന്റെ മുഖം പ്രസന്നമാകാതിരിക്കുന്നത് എന്ത്? എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇനിയും ഞാൻ അവനെ സ്തുതിക്കും, ഇനിയും ഞാൻ അവനെ വാഴ്ത്തും, ഇനിയും ഞാൻ അവനെ വർണ്ണിക്കും, ഇനിയും ഞാൻ അവനെ സ്തുതിക്കും, ഇനിയും ഞാൻ അവന് കീർത്തനം പാടും, ഇനിയും ഞാൻ അവന് സ്തോത്രം പാടും. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങണ്ട, നീ ഇനിയും തളർന്നിരിക്കേണ്ട, നീ ഇനിയും ദുഃഖിച്ച് വിവശതയോടിരിക്കേണ്ട. നിന്റെ കാര്യം
കാര്യം നോക്കാൻ ഒരുവനുണ്ട്, നിന്റെ കാര്യം അന്വേഷിക്കാൻ ഒരുവനുണ്ട്. ഭർത്താവ് മരിച്ചുപോയി എങ്കിലും മകളെ നീ ഭാരപ്പെടേണ്ട, നിന്റെ കാര്യം അന്വേഷിക്കാൻ ഒരു അരുമോണവളനായ യേശു ഉണ്ട്. അപ്പൻ മരിച്ചുപോയെങ്കിലും മകനെ നീ വിഷാദിക്കേണ്ട, നിന്റെ കാര്യം അന്വേഷിക്കാൻ സ്വർഗത്തിലെ അപ്പനുണ്ട്. യൗവനക്കാര്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നെ വിട്ടുപോയെങ്കിലും നീ തളരേണ്ട, നിനക്ക് വേണ്ടി കരുതാൻ, നിനക്ക് താങ്ങും തണലുമായി നിൽക്കാൻ, നിനക്ക് ആശ്വാസം പകരാൻ ക്രിസ്തു ഉണ്ട്. ക്രിസ്തു നിന്നെ സമീപിക്കുന്നുണ്ട്. നീ രോഗിയാണോ, നീ അവശനാണോ, മകളെ നീ വേദന അനുഭവിച്ച് വിങ്ങുകയാണോ, ശരീരത്തിൽ ദുഃഖം അനുഭവിച്ച് നീ വാടുകയാണോ, മനസ്സിലെ തീവ്രമായ ദുഃഖത്തെ അടിച്ചമർത്തി ഒതുക്കി വെച്ചുകൊണ്ട് നീ മുഖം വാടി കഴിയുകയാണോ? എന്നാൽ ഈ സമയത്ത് ഇപ്പോൾ തന്നെ ക്രിസ്തു നിന്റെ അരികത്ത് വന്ന് നിന്നോട് സംസാരിക്കുകയാണ്. മകനെ, മുഖം തെളിയട്ടെ, മകളെ നിന്റെ മുഖം പ്രകാശമാകട്ടെ, നിന്റെ ജീവിതം പ്രസന്നമാകട്ടെ, നിന്നെ കരുതാൻ ഞാനുണ്ട്, നിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്. നിത്യനായ ദൈവം പറയുകയാണ്, അവൻ കരുതുന്നു, അവൻ കാക്കുന്നു, അവൻ നോക്കുന്നു, അവൻ നിന്നെ പരിപാലിക്കുന്നു, അവൻ നിന്നെ സംരക്ഷണം ചെയ്യുന്നു. ഗോകുൽത്തായിലെ കുരിശ് നിന്റെ മേലെ ഉയർത്തിക്കൊണ്ട് ആ കുരിശൻ തണലിലേക്ക് നിങ്ങൾ എല്ലാവരെയും മാടി വിളിക്കുകയാണ്. കുരിശിലെ സ്നേഹത്തിന്റെ ചുവട്ടടിയിലേക്ക് വരുവാൻ മനസ്സുണ്ടെങ്കിൽ ഓടി വരിക, അവനിൽ ആശ്വാസം കണ്ടെത്തുക, ആശ്രയിക്കുക. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, നിത്യപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. തന്ന നൽവരങ്ങൾക്കും വചനങ്ങൾക്കുമായി സ്തോത്രം. തന്ന കൃപകൾക്കും തിരു സാന്നിധ്യത്തിനുമായി സ്തോത്രം. എല്ലാവരെയും തലോടുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകുന്നതിനായി സ്തോത്രം. രോഗബാധകൾ മാറ്റുന്നതിനായി സ്തോത്രം. പാപശാപങ്ങൾ നീക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ബന്ധനങ്ങൾ അഴിച്ചുവിടുന്നതിനായി സ്തോത്രം. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുന്നതിനായി സ്തോത്രം. ചങ്ങലക്കെട്ടുകളെ തകർക്കുന്നതിനായി സ്തോത്രം. നാളുകളായി ചങ്ങലിൽ കിടക്കുന്നവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ബോധം കെട്ടവരെ പോലെ കഴിയുന്നവരെ ഇന്ന് സുബോധമുള്ളവരാക്കി തീർക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും നാഥാ നീ വാഴ്ത്തണമേ, തൃക്കരം വെക്കണമേ, ആശീർവദിക്കണമേ, രക്തത്താൽ കഴുകണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമീൻ.